പൊതുവെ ഈ സിനിമയുടെ ഹൈപ്പ് വളരെ ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി രജനീകാന്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ കംബാക്ക് അനിവാര്യമായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയം. കാരണം അറിയാമല്ലോ, സിനിമകളെയും പോലെ തന്നെ ഇതിനകത്ത് ഡ്രഗ്സുകൾ കാണും, ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകലുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം. കൂലി സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പോ അതിന്റെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇത് റിയാക്ഷൻ ഒന്നും അല്ല, അയ്യോ എന്നുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, എടുത്തു കയറ്റി വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ആ ട്രെയിലർ കണ്ടിട്ടുള്ള എന്റെ ഒരു തോട്ടും എന്റെ ഒരു സമീപനവുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ലോകേഷ് കനകരാജ് സിനിമ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ പേരിന് എന്നൊരു ഹൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ തന്നെയാണ്. പിന്നെ കൈദി ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, ഇനി ലാസ്റ്റ് വന്ന ലിയോ അത്രയ്ക്കൊരു പിന്നെ അപ് ടു ദ മാർക്ക് സിനിമയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ആ സിനിമയ്ക്ക് ഒക്കെ ആ ലിയോയാണ് ഏറ്റവും ഹൈപ്പിൽ വന്നത് അദ്ദേഹത്തിന്റെ എൻ്റെ കരിയറിൽ തന്നെ. ലിയോ പോലുള്ള സിനിമകളായിക്കോട്ടെ. അപ്പൊ എല്ലാ സിനിമകളും കൊണ്ടും അദ്ദേഹത്തിന്റെ ലോകേഷ് കനകരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഹൈപ്പ് എന്തുവരും ഉണ്ടാവും. പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന വൺ ഓഫ് ദ സൂപ്പർ സ്റ്റാർസുകളായിട്ടുള്ള രജനി സാറും കൂടി ചേരുന്ന സമയത്ത് അത് ഏത് ലെവൽ പോകേണ്ട സിനിമയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. പറയാൻ കാരണം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വാവ് ഫാക്ടറി ഇപ്പൊ അന്ന് സിനിമ കാണണം എന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ സിനിമ ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. അത്ര ഒരു വാവ് ഫാക്ടർ ഒന്നും ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലിയോ സിനിമ ട്രെയിലർ തന്നെ നിങ്ങൾ നോക്കുക. ലിയോ സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ട്രെയിലറിന്റെ ഓവറോൾ പോക്കും ആ കട്ടിങ്സും എല്ലാം കൊണ്ടും സിനിമ നമുക്ക് ഇപ്പം കാണണം എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇതിന് അങ്ങനത്തെ സംഭവമില്ല. ഇത് വളരെ ഒരു സട്ടിലായിട്ടുള്ള രീതിയിലാണ് ട്രെയിലർ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് യാതൊരു എലിവേഷൻ സീൻസും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ പോവാ. കഥയുടെ കാമ്പ് എന്താണെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കഥയാണെന്നോ ഒന്നും പറഞ്ഞു തരുന്നില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഊഹിക്കാം. കാരണം ലോകേഷ് കനകരാജ് സിനിമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളെയും പോലെ തന്നെ ഇതിനകത്ത് ഡ്രഗ്സുകൾ കാണും, ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകലുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കുത്തല്, പിന്നെ കത്തിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് ട്രെയിലറിനകത്ത് കാണിച്ചിരുന്നത്. പിന്നെ അതുപോലെ വെടിവെപ്പ് കാണും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്ഥിരം അദ്ദേഹത്തിന്റെ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു ട്രെയിലറിനകത്തും ഈ ഒരു സിനിമയ്ക്കകത്തും ഉണ്ടാവും എന്നുള്ളത് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലെയും ടോപ്പ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ ഹിന്ദിയിൽ നിന്ന് ആമിർ ഖാൻ, കന്നഡത്തിൽ നിന്ന് ഉപേന്ദ്ര, റിയൽ സ്റ്റാർ ഉപേന്ദ്ര എന്നൊക്കെ പറയുന്നത്, തെലുങ്കിൽ നാഗാർജുന ഇവിടുത്തെ ടോപ്പല്ലെന്നുണ്ടെങ്കിലും അവിടെ വൺ ഓഫ് ദ എന്താ പറയാ സ്റ്റാർഡമുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം നാഗാർജുന. പിന്നെ മലയാളത്തിൽ നിന്ന് സൗബിന് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നാണ് ട്രെയിലറിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതലും പിന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിലറിനകത്ത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അങ്ങ് കാണണം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സിനിമ റിലീസ് ചെയ്യുക എന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇനി രജനീകാന്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് അനിവാര്യമായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയം. കാരണം അറിയാമല്ലോ, കാരണം ജയിലറിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മറ്റേ മോള് സംവിധാനം ചെയ്ത സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് എന്തോ ഒരു ലാൽ സലാം പോലുള്ള സിനിമകൾ. പിന്നെ അതുപോലെ തന്നെ മറ്റേ വേട്ടയ്യൻ ആവറേജ് അഭിപ്രായം നേടിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാലും ആ സിനിമ പിന്നെ പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലർ മാത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ഹിറ്റ് എന്ന് പറയാനായിട്ട് ഈ അടുത്ത സമയത്ത് വന്നത്. അതിനുശേഷം വന്ന 2 സിനിമകളും പരാജയപ്പെട്ടു പോയ സിനിമകളാണ്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം എവിടെ പോയി എന്നുള്ള ചോദ്യം ഒന്നും ചോദിച്ചുകൊണ്ട് വരണ്ട. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചുവരവ് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഈ സമയത്ത്. അപ്പൊ അത് ഈ ഒരു സിനിമയിലൂടെ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹൈ എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ സംഭവത്തോടെ പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം തിയേറ്ററിൽ ചെന്നിട്ട് അത് കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ സംഭവമാണ്. പിന്നെ വിക്രം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതുപോലെ ഒന്നും പ്രതീക്ഷയില്ലാതെ പോയ സിനിമയാണ്. പക്ഷേ വിക്രം വാസ് പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയും. പിന്നെ വിജയുടെ സിനിമയുടെ കാര്യം പറയുന്ന സമയത്ത് ആ സിനിമയ്ക്ക് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യും. കാരണം
വിക്രത്തിന് ശേഷം വരുന്ന സിനിമയാണ്. പ്ലസ് അദ്ദേഹത്തിന്റെ വിജയ് പോലൊരു ആക്ടറെ അദ്ദേഹത്തിന് കൈ കിട്ടി. അപ്പൊ അത് അങ്ങനെ ഒരു ഒരു സ്റ്റാറിന്റെ ഉള്ള ഒരാളെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാണാനായിട്ടുള്ള ഹൈപ്പും പിന്നെ ആ ഒരു ട്രെയിലർ തന്നുള്ള ഹൈപ്പും, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത്. പിന്നെ ഈ പറയുന്ന ഇത്രയും വലിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പിന്നെ ഒരു 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 ഇമ്പാക്ട് ഉണ്ടാവുന്നില്ലെന്നേ. ട്രെയിലർ കണ്ടു, ട്രെയിലർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയത്. പക്ഷെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സംഭവ ബഹുലമായ ട്രെയിലർ എന്ന് പറയാനൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നമുക്ക് ഇതിലൂടെ പിന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കാം. പൊതുവെ ഈ സിനിമയുടെ ഹൈപ്പ് വളരെ ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലിയോ ഇറങ്ങിയ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലിയോയുടെ പിന്നെ ഈ ഫാൻ മെയ്ഡ് പോസ്റ്റർ തന്നെ എത്ര എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. എത്ര ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ! അത് പിന്നെ മേക്കേഴ്സ് വിടുന്ന പോസ്റ്ററിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന പോസ്റ്ററുകളാണ് പിന്നെ ഫാൻ മെയ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവം ഈ സിനിമയുടെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ മനഃപൂർവ്വം അത്രയും ഹൈപ്പ് വേണ്ട എന്ന് പറഞ്ഞ മനഃപൂർവ്വം ഇതിന്റെ അണിയറ പ്രവർത്തകർ ചെയ്യുന്നതായിരിക്കാം. എന്തുമായാലും നമുക്ക് തിയേറ്ററിൽ ചെന്ന് കാണാം എന്തായിരിക്കും എന്നുള്ളത്.